ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലെറ്റ്സ് ചാറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റാൽഫ് എലീസൻ്റെ ദ ബ്ലാക്ക് ബോൾ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, കുറച്ച് ലെങ്തിയാണ്, ഒത്തിരി ലെങ്തി ഒന്നുമല്ല, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ എന്നാലും ഞാനത് കംപ്ലീറ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞാനതിൻ്റെ സമ്മറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമ്മറി കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മീനിങ് മനസ്സിലാവും, പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞ് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. The black ball explores the pervasive systemic racism entrenched in a white dominated society. ഒരു വൈറ്റ് ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ വെളുത്ത വർഗ്ഗക്കാർ അവർ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമൂഹത്തിലുള്ള ഒരു എന്താ പറയുക റേസിസത്തിനെ കുറിച്ച്, വർഗീയതയെക്കുറിച്ചാണ് മെയിനായിട്ടും ഈ ഒരു വാക്കിനകത്ത് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. ത്രൂ എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ ദ ലൈഫ്സ് ഓഫ് എ കെയർ ടേക്കർ ആണ്. സണിൽ മെയിനായിട്ട് വരുന്നത് ഒരു കെയർ ടേക്കറാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരാളും ആളുടെ ഒരു മകനുമാണ് അദ്ദേഹത്തെ മെയിനായിട്ട് ക്യാരക്ടർ വരുന്നത്. ദ സ്റ്റോറി പവർഫുള്ളി ഇല്ലസ്ട്രേറ്റ്സ് ഹൗ റേഷ്യൽ പ്രജറൈസസ് ഷേപ്പ് ദ ഡെയിലി എക്സ്പീരിയൻസസ് ഓഫ് ബ്ലാക്ക് ഇൻഡിവിജ്വൽസ് ഇൻ അമേരിക്ക. അമേരിക്കയിലുള്ള ബ്ലാക്ക് ഇൻഡിവിജ്വൽസിൻ്റെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ഒരു റേഷ്യൽ പ്രജറൈസുകൾ ബാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കെയർ ടേക്കറും മകനും കറുത്ത വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് വെളുത്ത വർഗ്ഗക്കാരുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. ദ ടൈറ്റിൽ ദ ബ്ലാക്ക് ബോൾ ഹോൾഡ്സ് ദ ബോത്ത് ലിറ്ററൽ ആൻഡ് മെറ്റഫോറിക്കൽ സിഗ്നിഫിക്കൻസ് സിംബിളൈസിങ് റിജക്ഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഫേസ്ഡ് ബൈ ബ്ലാക്ക് പീപ്പിൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ ടൈറ്റിൽ മാത്രമല്ല, അതിനകത്ത് ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അതായത് ഒരു റിജക്ഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഫേസ്ഡ് ബൈ ബ്ലാക്ക് പീപ്പിൾ ഫേസ് ചെയ്യുന്ന റിജക്ഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ, അതേപോലെ തന്നെ റേസിസം, അത്തരത്തിലുള്ള പ്രജറൈസുകൾ, ഡിസ്ക്രിമിനേഷൻസ്, ഇതെല്ലാം ഇത് ഏത് വേർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം ചേർന്ന ഒരു സംഭവത്തിനെയാണ് ഇവിടെ ബ്ലാക്ക് ബോൾ എന്നതുകൊണ്ട് സിംബിളൈസ് ചെയ്യുന്നത്. എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ബ്ലാക്ക് പീപ്പിളിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയെ തന്നെ, അല്ലെങ്കിൽ അവർ സഫർ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ദ ബ്ലാക്ക് ബോൾ എന്നുള്ള ടേം കൊണ്ട് പറയുന്നത്. അഡീഷണലി ദ നറേറ്റീവ് ഹൈലൈറ്റ്സ് എ റെസിലിയൻസ് ആൻഡ് ബ്യൂട്ടി ഓഫ് സിംഗിൾ പാരൻറ്റിങ്. അതേപോലെ തന്നെ ഇതിലൊരു എന്താ പറയുക, ഒരു അച്ഛൻ മകൻ ബന്ധമാണ് കാണുന്നത്. അവിടെ അമ്മയുടെ ഒരു ക്യാരക്ടർ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ പാരൻറ്റിങ്, അച്ഛൻ എങ്ങനെയാണ് ആ മകനെ കൊണ്ട് വളർത്തുന്നത് അതിൻ്റെ ആ ഒരു ബന്ധത്തിൻ്റെ ഭംഗിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആസ് ദ കെയർ ടേക്കർ ട്രൈസ് ടു ഷീൽഡ് ദ സൺ ഫ്രം ദ ഹാർഷ് റിയാലിറ്റീസ് ടു റേഷ്യലി ഡിവൈഡഡ് വേൾഡ്. അതായത് ഓൾറെഡി അച്ഛൻ കഥാപാത്രത്തിന് അറിയാം ഇത്രത്തോളം റേഷ്യലി ഡിവൈഡഡ് ആയിട്ടുള്ള സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ അവർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സ്വന്തം മകനെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കാപട്യങ്ങളൊന്നും, ആ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ അവനെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്രത്തോളം അദ്ദേഹം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അതിൻ്റെ സമ്മറിയിലോട്ട് പോകാം. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ നറേറ്റർ എ കെയർ ടേക്കർ ഡിസ്ക്രൈബിങ് ഹിസ് ഡെയിലി റുട്ടീൻ. ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ഫുള്ള് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഡെയിലി റുട്ടീൻസാണ്. അദ്ദേഹം ചെയ്യുന്ന ജോലികൾ, കാര്യങ്ങൾ, വാഷ് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്, ഗാർഡനിങ് പോലത്തെ കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഫുള്ള് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് മോപ്പിംഗ് ദ ലോബി, സ്വീപ്പിംഗ് ആൻഡ് ഡസ്റ്റിംഗ് ദ ഹോൾസ് ആൻഡ് എംപ്റ്റിങ് ദ ട്രാഷ്. അപ്പോൾ ട്രാഷ് ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ പൊടി തട്ടുന്നത്, സ്വീപ്പ് ചെയ്യുന്നത്, മോപ്പ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹി ഓൾസോ ടേക്സ് കെയർ ഓഫ് ഹിസ് 4-year-old son. മകന് 4 വയസ്സേ ഉള്ളൂ. ഫീഡിങ് ഹിം ആൻഡ് മേക്കിംഗ് ഷുവർ ഹി ഈസ് സേഫ്. അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്, അവൻ സേഫ് അല്ലേ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. As the caretaker works, he is approached by a white man who is revealed to be a union organizer. അപ്പോൾ ഓൾറെഡി ഈ ഒരു കുട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ മകന് ഇത്തരത്തിലുള്ള ബ്ലാക്ക് വൈറ്റ് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അപ്പോൾ ഇവൻ അതിൽ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാനൊരു ബ്ലാക്ക് ആണോ, ഞാനൊരു ബ്ലാക്ക് കുട്ടിയാണോ, ബോയ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ സമാധാനിപ്പിക്കുന്നുണ്ട്, ബ്ലാക്ക് അല്ല, നീ ബ്രൗൺ ആണ്. ബ്രൗൺ എന്ന് പറയുന്നത് വൈറ്റിനെക്കാട്ടിലും ഭംഗിയുള്ളതല്ല എന്ന് കുട്ടികളെ സമാധാനിപ്പിച്ച് വിടുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇവൻ ആ ഒരു ഹേർട്ട് ആവാത്ത തരത്തിൽ ആ ഒരു സീൻ അങ്ങനെ ഡീൽ ചെയ്യാനൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു വൈറ്റ് മാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു യൂണിയൻ ഓർഗനൈസറാണ്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ബ്ലാക്ക് പീപ്പിളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പറാണെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം വന്ന് മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് വന്നിരിക്കുന്ന ഒരു വൈറ്റ് മാൻ ആണ് കേട്ടോ. ദ ഓർഗനൈസർ ട്രൈസ് ടു റിക്രൂട്ട് ദ കെയർ ടേക്കർ ടു ജോയിൻ ദ യൂണിയൻ. അപ്പോൾ ഇയാൾ വന്നിരിക്കുന്നത് നമ്മുടെ നറേറ്ററിനെ, നമ്മുടെ എന്താ പറയുക, ഈ കെയർ ടേക്കറിനെ കൂടെ ഈ ജോലിയിലേക്കല്ല ഇവരുടെ യൂണിയനിലേക്ക് മെമ്പറാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ട് ദ കെയർ ടേക്കർ ഇസ് സ്കെപ്റ്റിക്കൽ ആൻഡ് ഹെസിസ്റ്റന്റ് ടു ഗെറ്റ് ഇൻവോൾവ്. പക്ഷേ അദ്ദേഹം എന്താ പറയുക, താല്പര്യം കാണിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരു സംശയം, ഒരു വൈറ്റ് മാൻ വന്നിട്ട് ഇത്തരത്തിൽ ബ്ലാക്ക് പീപ്പിളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിൽ വന്നിട്ട് ഭാഗമാവൂ എന്നൊക്കെ പറയുന്നത് കുറച്ച് സംശയാസ്പദമായിട്ടാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം വലിയ താല്പര്യം കാണിക്കണില്ല.
അപ്പോൾ ഇദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കാർഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കൂ, ഞങ്ങളുടെ നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞ് വൈറ്റ് മാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം ഒരു ബ്ലാക്ക് മാനുമായിട്ടുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് കയ്യിൽ പറ്റിയിട്ടുള്ള അപകടമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, കൈ പൊള്ളിയ അപകടമൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു ബ്ലാക്ക് മാൻ ഒരു റേപ്പ് കേസിൽ പെടുന്ന സിറ്റുവേഷനിൽ ആക്ച്വലി അയാൾ ചെയ്തിട്ടില്ല, അയാൾ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അയാളെ കുറ്റം ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്തതും വൈറ്റ് പീപ്പിൾ ആ ഒരു മനുഷ്യനെ എന്താ പറയുക ഉപദ്രവിക്കുന്നതും തീയിടുന്നതും ഇയാൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ഇയാളുടെ ഭാഗം സാധൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ വൈറ്റ് മാൻ. അദ്ദേഹം ഒരു യൂണിയൻ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ബ്ലാക്ക് മാനോട് വിശ്വസിക്കുന്നില്ല, നമ്മുടെ എന്താ പറയുക കെയർ ടേക്കർ വിശ്വസിക്കുന്നത്. അദ്ദേഹം വിചാരിക്കുന്നത് എൻ്റെ ജോലി കളഞ്ഞിട്ട് ഇവിടെ പകരം ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് എങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കാരണം ഇദ്ദേഹം ഫസ്റ്റ് വന്ന സമയത്ത് ഈ വൈറ്റ് മാൻ വന്ന് ചോദിക്കുന്നത് എത്ര പേര് ഇവിടെ ബ്ലാക്ക് പീപ്പിൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് വേറെ 1-2 പേരുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. The caretaker's son is playing with a ball outside and is accidentally lands in Mr. Berry's office window. അപ്പോൾ നമ്മുടെ കെയർ ടേക്കറുടെ സൺ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അവൻ്റെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റലി, അവൻ്റെ കയ്യിൽ നിന്നല്ല സംഭവിക്കുന്നത്, ആക്സിഡൻ്റലി എന്ത് ചെയ്യുന്നുണ്ട്, ആ പന്ത് പുറത്ത് പോയിട്ട് നമ്മുടെ ഓണറുടെ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൻ്റെ വിൻഡോയിൽ പോയിട്ടാണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവർ ഓഫീസിലുള്ള ആളെന്താ വിചാരിച്ചിരിക്കുന്നത്, കാരണം പന്ത് ഇവൻ്റെയാണ്, അപ്പോൾ ഈ കുട്ടിയുടെ നിന്നുള്ള ശ്രദ്ധ കൊണ്ടുവന്ന് വീണതാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഇവിടെ ആക്ച്വലി സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നല്ലാതെ സംഭവിച്ചിട്ടുള്ളത് ഒരു വൈറ്റ് ബോയ് അവിടെ വരുന്നുണ്ട്, ഒരു വെളുത്ത വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി അവിടെ വരുന്നുണ്ട്. ഇവരാണ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ബോൾ എടുത്ത് പുറത്തോട്ട് എറിയുന്നത്. അപ്പോൾ ഇവൻ ഈ മറ്റേ കുട്ടി എറിഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു ജനലിന് പ്രശ്നം കംപ്ലൈൻ്റ് ഒക്കെ സംഭവിക്കുന്നത്. മിസ്റ്റർ ബെറി ഈസ് ആംഗ്രി ആൻഡ് ത്രെട്ടൻസ് ദ കെയർ ടേക്കർ ടെല്ലിംഗ് ഹിം ദാറ്റ് ഇഫ് ഹിസ് സൺസ് ബോൾ ലാൻഡ്സ് ഇൻ ഹിസ് ഓഫീസ് അഗെയിൻ ഹി വിൽ ബി ഫയർഡ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ്, അതായത് ഇയാൾ ഈ ബെറി അവിടുത്തെ ആ ഓണർ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും പന്ത് ഇവൻ്റെ ആണല്ലോ, ഈ കുട്ടിയുടെ ആണല്ലോ, അപ്പോൾ ഇവനായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെയർ ടേക്കറിനെ വന്ന് നല്ലോണം ഫയർ ചെയ്യുന്നുണ്ട്, നല്ലോണം ചീത്ത പറയുന്നുണ്ട്. കാരണം ഇനി ഒരു വട്ടം കൂടിയിട്ട് ഇവൻ്റെ പന്ത് താഴത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്നൊക്കെ ഇവിടുന്ന് ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിന് മനസ്സിലാവണില്ല ആക്ച്വലി ഇവൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അബദ്ധം പറ്റിയത്. പിന്നീടാണ് ഇവന് മനസ്സിലാവുന്നത്. ഇവൻ അതായത് ആദ്യം തന്നെ ഇവൻ പറയുന്നുണ്ട് ഇങ്ങനെയാണ് എൻ്റെ പന്ത് എടുത്ത് ഒരു വൈറ്റ് ബോയ് പുറത്തേക്ക് എറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലാവണം ആ എറിഞ്ഞ പന്താണ് ഇവിടെ വന്നിട്ട് വീണിട്ടുള്ള, അല്ലാണ്ട് നമ്മുടെ കുട്ടിയുടെ കയ്യിലല്ല തെറ്റ് പറ്റിയിരിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. The caretaker is worried about losing his job and is angry with his son for causing trouble. അപ്പോൾ ആദ്യമൊക്കെ അച്ഛനും മകനോട് ദേഷ്യം തോന്നുന്നുണ്ട്, കാരണം അയാളത് ചീത്ത കേട്ടല്ലോ. However, when he talks to his son, he realizes that the boy is innocent and does not understand the complexities of racism and oppression. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് എന്താ പറയുക, കുട്ടിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ്റെ എല്ലാ മിസ്റ്റേക്കും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇയാൾ യൂസ് ചെയ്യുന്ന ടേം, അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക ഹൗസ് ഓണർ, അവിടുത്തെ ഓണർ സംസാരിക്കുമ്പോൾ അദ്ദേഹം ബ്ലാക്ക് ബോൾ എന്നുള്ളൊരു ടേം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൺ ചോദിക്കുന്നുണ്ട് അച്ഛൻ ആക്ച്വലി എൻ്റെ ബ്ലാക്ക് ബോൾ അല്ലല്ലോ, എൻ്റെ വൈറ്റ് ബോൾ അല്ലേ, പിന്നെ എന്തിനാണ്, അദ്ദേഹത്തിന് ശരിക്കും കണ്ണ് കാണുന്നില്ല എന്ന് തോന്നുന്നില്ല, അദ്ദേഹത്തിന് കളർ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ, എൻ്റെ ബ്ലാക്ക് ബോൾ അദ്ദേഹം എൻ്റെ വൈറ്റ് ബോൾ അദ്ദേഹം ബ്ലാക്ക് ആയിട്ടാണ് കണ്ടിരിക്കണേ എന്ന് ഞാൻ പറയുന്നുണ്ട്. ആക്ച്വലി അയാൾ അതൊരു സിംബലൈസ് ചെയ്യുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞത്, അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു റേസിനെയാണ് അവർ ബ്ലാക്ക് ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇവൻ്റെ വൈറ്റ് ബോൾ ആണ്, പക്ഷേ ഇയാളത് ബ്ലാക്ക് ബോൾ എന്നാണ് ആ ഒരു ഹൗസ് ഓണർ പറയുന്നത്. ആസ് എ സ്റ്റോറി പ്രോഗ്രസസ് ദ കെയർ ടേക്കർ റിഫ്ലക്ട്സ് ഓൺ ഹിസ് ലൈഫ് ആൻഡ് ദ ചാലഞ്ചസ് ഹി ഫേസസ് ആസ് എ ബ്ലാക്ക് മാൻ ഇൻ ദ റേസിസ്റ്റ് സൊസൈറ്റി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അദ്ദേഹം എത്രത്തോളം ഒരു റേസിസ്റ്റ് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഈ ഒരു ബ്ലാക്ക് മാൻ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ എന്നുള്ള ഒരു ടേമിന് പുറകിൽ എത്രത്തോളം അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ഹി തിങ്സ് അബൌട്ട് ദി യൂണിയൻ ഓർഗനൈസേഴ്സ് വേർഡ്സ് ആൻഡ് ദ സിംബോളിസം ഓഫ് ദി ബ്ലാക്ക് ബോൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ആ യൂണിയൻ ഓർഗനൈസറിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ, എന്താണ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുകയെന്ന് അറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ആ ബ്ലാക്ക് ബോൾ എന്നതിൻ്റെ ആ ഒരു മീനിങ്ങിനെ കുറിച്ചൊക്കെ അദ്ദേഹം അതിനകത്ത് സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്രയും നാളെ നിനക്ക് ആ ഒരു ബ്ലാക്ക് ബോൾ എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല, മേ ബി നിനക്കത് മനസ്സിലാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ നീ തിരിച്ചറിഞ്ഞേക്കും, നിൻ്റെ ലൈഫിൽ നിനക്കത് മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ വരുമെന്നൊക്കെ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ബ്ലാക്ക് ബോൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അവർ തന്നെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്, അവരുടെ റേസസ് ആണ്. The story ends with the caretaker thinking about the rules of the game and how his son will have to learn to play by them. അപ്പോൾ അതേ വിചാരിക്കുക എത്രത്തോളം എങ്ങനെയാണ് ഈ ഒരു ലൈഫ് എന്നുള്ള ഒരു ഗെയിം എങ്ങനെ നമ്മൾ ജീവിച്ച് തീർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൻ എങ്ങനെയാണ് അതൊക്കെ ഓവർകം ചെയ്ത് വരാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. The caretaker realizes that his son will have to face the same challenges and obstacles that he has faced. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തിരിച്ചറിയാണ്, കാരണം
ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇവനെന്താ ഒരു വൈറ്റ് ബോയ് കാരണം ഇവന് സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്, വേറെ ആളുകളുടെ ചിത്ത കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ജീവിച്ചു വന്ന അതേ എന്താ പറയുക രീതിയിൽ തന്നെയാണല്ലോ എൻ്റെ കുട്ടി ജീവിക്കാൻ പോകുന്നത്, അവനും ഇതൊക്കെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഹി വിൽ ഹാവ് ടു ടീച്ച് ഹിം ഹൗ ടു നാവിഗേറ്റ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് റേസിസം ആൻഡ് ഒപ്രഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റേസിസം ഒപ്രഷൻ എന്നൊക്കെ തരണം ചെയ്യാനുള്ള വല്ല മാർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റീസ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ദ സ്റ്റോറി എലിസൺ എക്സ്പ്ലോർസ് തീംസ് ഓഫ് റേസിസം, ഒപ്രഷൻ, ഐഡന്റിറ്റി ആൻഡ് സർവൈവൽ, ഹൈലൈറ്റിംഗ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ബ്ലാക്ക് പീപ്പിൾ ഇൻ ദ റേസിസ്റ്റ് സൊസൈറ്റി. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ ഒരു റേസിസിനെ കുറിച്ച്, ഓപ്രഷനെ കുറിച്ച്, ഒരു ബ്ലാക്ക് പീപ്പിളിൻ്റെ ഐഡന്റിറ്റിനെ കുറിച്ച്, അതേപോലെ അവരെങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്യുന്നത്, അത്തരത്തിൽ അവരുടെ ചാലഞ്ചുകളെ കുറിച്ച്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു വൈറ്റ് മാൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ആളെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ബ്ലാക്ക് പീപ്പിളിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് പോലും അദ്ദേഹത്തിന് അവിടെ സഫർ ചെയ്യേണ്ടതായിട്ട് വരികയാണ്, ഒരു വൈറ്റ് മാൻ ആയിട്ട് പോലും. അപ്പോൾ അത്തരത്തിൽ ഓരോ കഥാപാത്രത്തിനും അവരുടേതായ കഥകൾ പറയാനുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ വൈറ്റ് മാൻ ആയിക്കോട്ടെ, നമ്മുടെ ഈ കെയർ ടേക്കർക്ക് ആയിക്കോട്ടെ, നമ്മുടെ ഈ കുട്ടിക്കായിക്കോട്ടെ, അവരൊക്കെയും അവിടെ സഫർ ചെയ്യുന്ന ആ ഒരു റേസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ റേസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അവിടെ സഫർ ചെയ്യുന്ന വിഭാഗം. അപ്പോൾ ഫൈനലി ആ ഒരു ഓർഗനൈസേഷനിൽ വിളിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് മെയിനായിട്ടും വരുന്നത്. താങ്ക്